അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവുമൊക്കെ ഹരിക്കും രോഹിത്തിനും കൂടിക്കൂടി വരുന്നുണ്ട്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുമ്പോൾ രോഹിത്തിനെയും ഹരിനെയും എല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ട്. രണ്ടുപേരെയും എല്ലാവരും കൂടി ശരിയാക്കാണ്. ബാലനാണെങ്കിൽ പിന്നെ രോഹിത്തിൻ്റെ കാര്യം പറയണ്ട, അവനെ മുറി പൂട്ടിയിടുകയും ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ സഹോദരിമാരാണെങ്കിൽ ഇങ്ങനൊരു റേപ്പിസ്റ്റാണ് തൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് മിണ്ടത്തുകൂടി ഇല്ല കേട്ടോ, അവനെ അകറ്റി നിർത്താണ്. മൊത്തത്തിൽ അവൻ വീട്ടിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. ഇതേ സമയത്ത് ഹരിണിയാണെങ്കിൽ മനുവാണെങ്കിൽ ശരിയാക്കി കേട്ടോ. കാരണം മനുവിൻ്റെ ഉള്ളിൽ നമ്മുടെ അലീനോടുള്ള പ്രണയം ഉണ്ടല്ലോ, അവൻ ഒരിക്കലും തുറന്ന് പറയുന്നില്ലെങ്കിലും അലീനോടുള്ള ആ ഒരു സ്നേഹം അവൻ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കാണ്. ഈ ഒരു സമയത്താണല്ലോ തൻ്റെ അനിയൻ തന്നെ ഇങ്ങനെ ഒരു ചെറ്റത്തരം കാണിച്ചത്. അതുകൊണ്ട് അവന് വല്ലാത്തൊരു ദേഷ്യമാണ് ഇവനോട് തോന്നിക്കുന്നത്. അങ്ങനെ അലീനയാണെങ്കിൽ നമ്മുടെ രേവതിയോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറേ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിനെല്ലാം ശേഷമുള്ള കഥയാണ് കേട്ടോ. ശേഷം നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് അവൾ വരുന്നുണ്ട്. അമ്മാമ്മയെ നോക്കാനായിട്ടാണല്ലോ അവളെ കൊണ്ടുവന്നത്. പക്ഷേങ്കിൽ അലീനയ്ക്ക് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റൊരു സെർവൻറ്റിനെ താൽക്കാലികമായി വൈജയന്തി നിർത്തുന്നുണ്ട്. നമ്മുടെ ബാലൻ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വൈജയ്ക്കാണെങ്കിൽ ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തെല്ലാം വൈജ അവളെ പോയി ഒരുപാട് വഴക്കുണ്ടാക്കുകയും കുറേ കുത്തുവാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തൻ്റെ സ്വന്തം അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്താണ് വൈജയാണെങ്കിൽ അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും കുത്തുവാക്കുകളൊക്കെ പറയുന്നതും. അവൾക്ക് ഒരുപാട് തുണയാനിരുന്നത് അവളുടെ സ്വന്തം അനുജത്തിയും അവളുടെ സ്വന്തം അച്ഛനിലാഞ്ഞിട്ട് പോലും അച്ഛന് സ്ഥാനം നൽകുന്ന ബാലനുമാണ്. അവിടെ അലീനെ നോക്കാനായിട്ടും അതുപോലെ അമ്മാമ്മയെ നോക്കാനായിട്ടും ബാലനാണെങ്കിൽ മറ്റൊരു സെർവന്റിനെയും ഏർപ്പാടാക്കുന്നുണ്ട്. വൈജ പറയാണ്, ഇതിപ്പോ നല്ല ലാഭമായല്ലോ, അമ്മയെ നോക്കാൻ വേണ്ടി ഇവളെ കൊണ്ടുവന്നു, ഇപ്പൊ ഇവളെ നോക്കാൻ വേണ്ടി അടുത്ത ആളെ കൊണ്ടുവരാണോ എന്നൊക്കെ ചോദിക്കുമ്പം ബാലൻ പറയുന്നുണ്ട്, കാരണക്കാരാണെന്ന് നിനക്കറിയാലോ, നിന്റെ മകൻ കാരണമാണ് ഇവക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോ ഇവളെ പൊന്നുപോലെ നോക്കുന്ന ഉത്തരവാദിത്വം നിന്റെയാ. നിന്റെ മകന്റെ ജീവിതം സേഫ് ആക്കിയത് ഇവളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവള് വാദമെന്ന് പോലീസിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മോനും ഇപ്പൊ ഹരിയും ജയിലിലായിരുന്നേനെ. ഒരു റേപ്പിസ്റ്റിനെ പട്ടം കുത്തി രണ്ടുപേരെയും നാട് കടത്തിയേനെ എന്നൊക്കെ പറയാണ്. സമൂഹത്തിന് മുന്നിൽ നീയും ഞാനും ഒക്കെ തല കൊണിച്ച് നാണം കിട്ട് നടക്കേണ്ടി വന്നേനെ. അതൊന്നും ഉണ്ടാവാതെ ഇവളെ നമ്മൾ രക്ഷിച്ചില്ലേ. അപ്പോൾ നീ ഇവളെ നീ പൊന്നുപോലെ നോക്കേണ്ടതാ. എന്നിട്ട് നീ കുത്തുവാക്ക് പറയുന്നോ? എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അലീനനെ പൊന്നുപോലെ നോക്കും. അതിനിപ്പോൾ നീ ഒന്നും പറയാൻ വരണ്ട, എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഇവളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജിക്ക് ആകെപ്പാടെ കലിപ്പാണ് കേട്ടോ. നമ്മുടെ അലീനയുടെ ഫോണാണെങ്കിൽ അവന്മാർ കൊണ്ട് കളഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ സമയത്ത് ആ ഫോൺ കളഞ്ഞ കാര്യവും ബാലൻ അറിയുന്നുണ്ട്. അങ്ങനെ നല്ല വില കൂടിയ ഒരു ഫോൺ തന്നെ ബാലൻ അലീനയ്ക്കായി കൊണ്ടു കൊടുക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുമായിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കാം കേട്ടോ. അങ്ങനെ അലീന രേവതിനെ വിളിക്കുന്നുണ്ട്. രേവതിയും ഗ്രേസമ്മയും മാമച്ചയും കൂടിയിട്ട് നമ്മുടെ അലീനയെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് കുറേ ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ കാണാനായിട്ട് വരുന്നത്. ഈ സമയത്ത് ഗ്രേസമ്മയോട് വൈജ പറയാണ്, എന്തായാലും ഇവക്ക് നല്ല ലാഭമായി, ഇങ്ങനെ ഇപ്പൊ കിടന്ന് സുഖിക്കാലോ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ പറയാണ്, നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. മക്കളെ വളർത്തുമ്പോളെ നന്നായി ചൊല്ലിപ്പഠിപ്പിച്ച് വേണം വളർത്താൻ. എന്താണ് സ്ത്രീയെന്നും സ്ത്രീയുടെ വില എന്താണെന്നും അവളുടെ മാനത്തിന്റെ വില എന്താണെന്നൊക്കെ പറഞ്ഞു വേണം മക്കളെ പഠിപ്പിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ് നമ്മളെ ഗ്രേസമ്മ വൈജേന്ദ്രനെ വായടപ്പിക്കുന്ന രീതിയിൽ രണ്ടെണ്ണം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ആകെപ്പാടെ തലകൊണിച്ച് നിൽക്കാണ് വൈജ. ബാലൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മനസ്സ് വളരെ നല്ല മനസ്സാ. രേവതിക്കുട്ടിയെ സ്വന്തം മോളെ പോലെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, അതാണ് ഒരമ്മയുടെ മനസ്സ്. ഇവിടെ ചിലരൊക്കെ ഉണ്ട്, ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ അവളോട് ക്രൂരമായി പെരുമാറുന്നവർ എന്നൊക്കെ പറഞ്ഞ് ബാലൻ പറയാണ് കേട്ടോ. ഗ്രേസമ്മയാണെങ്കിൽ അങ്ങനെ കുറേ നേരം രേവതിക്കുട്ടിക്കും അലീനയ്ക്കും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആ ഒരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയെയും കൂട്ടി അവര് സന്ധ്യ ആകുമ്പോഴേക്കും തിരിച്ച് മടങ്ങിപ്പോവാൻ കേട്ടോ. രേവതിയെ കണ്ടതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അലീന അവിടെ കിടക്കാണ്. ഈ സമയത്ത് അവളുടെ മൊബൈലിലേക്ക് മനു വിളിക്കുന്നുണ്ട്. മനു വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാണ്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും അങ്കിള് ഒരു സെർവന്റിനെ ഏർപ്പാടാക്കിയത് കൊണ്ട് ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല.
എന്തായാലും ഒരു മാസം കൂടി എനിക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കഴിയുമ്പോൾ എനിക്ക് പഴയതുപോലെ ജോലി ചെയ്യാമെന്ന് പറയുമ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2-3 മാസം എന്തായാലും റെസ്റ്റ് എടുത്തോ, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. അയ്യോ അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാം, 1 മാസം അത് മതിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഡോക്ടർമാർ തീരുമാനിച്ചോളുമെന്നും മനു പറയാണ്. എന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് മനു ചോദിക്കുമ്പം അത് പിന്നെ രേവതിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ആ ഗ്രേസമ്മയും മാമച്ചിയും വന്നിരുന്നു. അവരാണെങ്കിലോ നല്ല സ്നേഹത്തിലാ എൻ്റെ രേവതിക്കുട്ടീനെ, അതുപോലെ പൊന്നുപോലെയാ അവർ നോക്കുന്നത്. അവര് എന്നെ കാണാൻ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മനസ്സ് നിറഞ്ഞു. അവളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനു പറയാണ്, ഞാൻ എന്തായാലും കാണാൻ വരുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് തിരക്കില്ല, അതുകൊണ്ടാന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, എനിക്കിപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മനു കട്ടാക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവൾ ഓർക്കാം കേട്ടോ. തൻ്റെ ഹോമിലെ ജീവിതവും അതുപോലെ തന്നെ പ്രിതാമ്മയുടെ കാര്യങ്ങളും രേവതിക്കുട്ടിയും കുഞ്ഞാവയും എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് അലീന ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ അലീന രാത്രിയിലേക്ക് കിടന്ന് ഉറങ്ങാതിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് അവളുടെ ഡോറ് ലോക്ക് ചെയ്യുന്നില്ല. അപ്പോഴേക്കും പതിയെ രോഹിത് വന്നിട്ട് അവളുടെ ആ കതക് തുറക്കാണ്. നോക്കുമ്പം അവൾ നല്ല ഉറക്കമാണല്ലോ. ഈ സമയത്ത് ആരുടെയോ ഡോറിന് തുറക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് രോഹിത് പെട്ടെന്ന് പേടിച്ച് മുകളിലത്തെ മുറിയിലേക്ക് ഓടുകയാണ്. ശരിക്കും ബാലനായിരിക്കും വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവുക. ആരോ മുകളിലേക്ക് കയറി ഓടുന്ന സൗണ്ട് കേൾക്കുമ്പം ബാലിന് മനസ്സിലാവാണ് അത് രോഹിത്താണെന്ന്. ഇവളുടെ ജീവന് ഇവിടെ യാതൊരു വിലയില്ല, ഒരു സംരക്ഷണവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ബാലിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്ത് മുറിയിൽ പോയിട്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി അച്ഛനെങ്ങാനും മനസ്സിലായി കാണുമോ, കണ്ടു കാണുമോ, ഞാൻ താഴെ പോയെന്ന് എന്നവൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഹരി അവനെ വിളിക്കുന്നുണ്ട്. എന്തായടാ, എന്തായ കാര്യം, നീ ചെന്നോ, അവളെ കണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഇവൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ചെന്നപ്പോൾ ആരുടെ സൗണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ മേളിലേക്ക് കയറി ഓടി എന്ന് പറയുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് അവൾ മൊഴി മാറ്റി പറഞ്ഞതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് ഹരി പറയാണ്. ശരിക്കും ഇവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് അറിയണമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം, അതുപോലെ തന്നെ ഇവളോട് ഇങ്ങനെ രോഹിത്ത് ഇൻറ്റിമേറ്റ് ആവാനോടുള്ള ശ്രമമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഹരി പറഞ്ഞ് എരിവ് കയറ്റി വിടുന്നതാണ് കേട്ടോ. നമ്മുടെ രോഹിത്ത് പലതവണ പറയുന്നുണ്ട്, ഞാൻ പോയില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊന്നും ഒരു പ്രശ്നവും ഇല്ല, നീ ഒന്ന് പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയാണ് കേട്ടോ പറഞ്ഞു വിടുന്നത്. ഇവൻ ആകെപ്പാട് ടെൻഷനായിരിക്കും. അപ്പോഴേക്കും രോഹിത്തിൻ്റെ വാതിക്കൽ വന്നിട്ട് ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഇവൻ പെടുതി ഫോൺ മാറ്റി വെക്കാണ്. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ വരുമ്പോഴേക്കും ഡോറ് തുറന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് അച്ഛനാണ് കേട്ടോ. ആ ഒറ്റ സെക്കൻഡിൽ നമ്മുടെ ബാലനാണെങ്കിൽ അവൻ്റെ കർണക്കുറ്റി നോക്കി ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. നീ എന്താണ് കരുതിയത്? ആ പെങ്കൊച്ച് അവിടെ കുത്തേറ്റ് വയ്യാതെ സുഖമില്ലാതെ കിടക്കാണ്. ആ സമയത്തും നീ നിന്റെ സോക്കറ്റ് മാറ്റാൻ തയ്യാറല്ലല്ലേ എന്ന് ചോദിക്കുമ്പം, അയ്യോ അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കൂടിയില്ല, അച്ഛന് തോന്നിയതാണ് എന്ന് പറയുന്നുണ്ട്. നീ ആരോടാ കള്ളം പറഞ്ഞത്? ഞാൻ കണ്ടതാ നീ കയറി മുകളിലോട്ട് ഓടുന്നത്, എന്നിട്ട് നീ എന്നെ ഇതാക്കാൻ നോക്കുന്നോ? ഈ മുറി നീ പുറത്തിറങ്ങാൻ പാടില്ല, ശരിയാക്കുന്നിനി ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇല്ലച്ചാ, സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ബാലനാണെങ്കിൽ അവനെ 2-3 അടിയൊക്കെ അടിച്ച് കുറെ ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴെ നിന്റെ സഹോദരിമാരെ കിടന്ന് ഉറങ്ങാണ്. അവർ കേട്ടാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് നിനക്കറിയാമല്ലോ. നിന്റെ സഹോദരിമാരുടെ മുറിയിലേക്കാണ് ഇങ്ങനെ ഒരുത്തന്മാർ രാത്രിയിലേക്ക് കയറിച്ചില്ലെന്നെങ്കിൽ നിനക്കത് സഹിക്കാനാവോടാ, ചിന്തിച്ച് നോക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രോഹിത്തിന് അത് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. സഹോദരിമാരുടെ മുറിയിലേക്ക് രാത്രി തന്നെ കയറി ചെന്നാലും ചോദിക്കുമ്പം അവനത് വല്ലാത്തൊരു ഫീൽ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നീ അലീനയുടെ മുറിയിലേക്ക് കയറുമ്പം നീ ഓർത്താ മതി അതും നിന്റെ ഒരു സഹോദരിയാണെന്ന്. ആ കിടക്കുന്നത് നിന്റെ കൃഷ്ണമ്മളുടെ മുഖമായിട്ട് ഓർത്താ മതി, അപ്പം നിനക്ക് അങ്ങോട്ടേക്ക് കയറാൻ പോലും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹരിയുടെ ഫോൺ കട്ടായിട്ടില്ലല്ലോ. ഹരി ആണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കാണ്, എന്താണ് അച്ഛൻ അറിഞ്ഞ് ചോദിക്കാണ്. നീ കാരണല്ലേ ഹരി ഞാനിപ്പോൾ പോയത്, വേണ്ടാന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലേ, നീ എന്നിട്ട് കേട്ടോ, ഇപ്പം എന്തായെന്ന് കണ്ടോ, നാണക്കേടായി ആ പാടെ, ഇനി മേലാല് നീ എന്നെ വിളിക്കണ്ട, ഞാൻ നിന്നെ വിളിക്കത്തുമില്ല എന്നും പറഞ്ഞിട്ട് കട്ടാക്കിയിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കാണ്. ഹരിയാണെങ്കിൽ ആകെപ്പാടെ ആ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതേ സമയത്ത് രോഹിത്തിന് വല്ലാണ്ടൊരു ഗിൽട്ടി ഫീൽ ആവുന്നുണ്ട്. അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ, അവൻ ഓർക്കാണ്, ശരിയല്ലേ, താൻ ഈ പെൺകുട്ടിയോട് ചെയ്യുന്നത് പോലെ തൻ്റെ സഹോദരിമാരോട് ആരെങ്കിലും ചെയ്താൽ തനിക്കത് ക്ഷമിക്കാനാവോ? ഇല്ല, ഈ ഹരി പറഞ്ഞത് കേട്ട് ഓരോന്നിലും പോയി ചാടുകയാണ് ഞാനിപ്പോൾ. അച്ഛൻ്റെ മുമ്പിൽ അന്ന് മറ്റേ പെൺകുട്ടിയെ കൊണ്ട് വന്നിട്ട് ഞാൻ നാണം കിട്ടു. എൻ്റെ സഹോദരിമാരുടെ മുമ്പിലൊന്നും എനിക്കിപ്പോൾ യാതൊരു വിലയില്ല. അവർക്കെല്ലാം നല്ല സംശയമുണ്ട് ഈ ഇവളുടെ കാര്യത്തിൽ. ഇനിയിപ്പോൾ അത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നന്നാവാനുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകാനൊക്കെ ആയിട്ട് ഇവൻ ഒരുങ്ങുമായിരിക്കും കേട്ടോ. ഒരുങ്ങുന്ന സമയത്താണ് അലീന പതിയെ എഴുന്നേറ്റ് നടന്നിട്ട് പുറത്ത് ജനലിങ്കിൽ പോയിട്ട് ആരെയോ ഫോൺ ചെയ്യുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പതിയെ അവന് അങ്ങോട്ടേക്ക് നീങ്ങി നിന്നിട്ട് അവിടെ നിന്ന് ഒരുങ്ങാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് ആരാണ് വിളിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തന്റെ കാര്യം അങ്ങനെ വിളിച്ച് ആരോടെങ്കിലും പറയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പതിയെ പോയി ഒളിഞ്ഞു കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വിളിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി ആയിരിക്കും. രേവതി ചോദിക്കുകയാണ്, അല്ലേ ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ, ഇപ്പം എഴുന്നേറ്റ് പതിയെ നടക്കുന്നൊക്കെയുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്ന് റിക്കവർ ആയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അല്ലേ ചേച്ചി ആ രോഹിത്ത് പിന്നെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ? ഇല്ല മോളെ, രോഹിത്ത് പിന്നെ പ്രശ്നത്തിനൊന്നും വന്നിട്ടില്ല. അവൻ ആകപ്പാടെ പേടിച്ചെന്ന് തോന്നുന്നു. പാവം, എനിക്കവനെ കാണുമ്പോൾ സങ്കടം തോന്നാണ്. ആ ഹരിയ അവനെ കൊണ്ടുവന്ന് ചീത്തയാക്കുന്നത്. അവൻ പാവമാണ്, അവനൊരു ശുദ്ധനാ, അവന്റെ മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ല. പക്ഷെ ആ ഹരിയാണെങ്കിലോ ഇവന്റെ മനസ്സ് നിറയെ വിഷം എതറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലേ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, ഈ രോഹിത്തിനെങ്കിലും സത്യം അറിയാമെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ചേച്ചിക്ക് മാറത്തില്ലായിരുന്നോ? ഹരിയുടെ പ്രശ്നം അതൊരു അവസാനിക്കായിരുന്നു. ചേച്ചിയാണ് അവന്റെ സഹോദരൻ, രോഹിത്തിന്റെ സഹോദരി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് പറയാൻ പേടിയാ. അവനെങ്ങാനും ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാലോ? ഞാനാണ് അവന്റെ സഹോദരി എന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അതാവില്ലേ പ്രശ്നം. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിന് പോലും അത് വിള്ളൽ വീഴ്ത്താനാവും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് കേട്ട് ഞെട്ടി നിൽക്കാട്ടോ രോഹിത്ത്. സഹോദരിയോ ഇവരെന്തൊക്കെയാ പറഞ്ഞേ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും എന്തായാലും ആ കാര്യങ്ങളൊന്നും പറയില്ല രേവതി, എനിക്ക് പേടിയാ. അച്ഛനും അമ്മയും എന്നും സന്തോഷത്തോടെ ജീവിക്കണം. അതിനിടയിലേക്ക് ഞാനൊരു കരടായി വരില്ല. ഈ വീട്ടിലെ സെർവൻ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ജീവിതകാലം മുഴുവനും ജീവിക്കാനും ഞാൻ തയ്യാറാ. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. എങ്കിലും എൻ്റെ അനിയനല്ലേ രോഹിത്ത്, അവനെ അങ്ങനെ ഇതാക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അവൻ എൻ്റെ അടുത്ത് ഓരോ തവണയും മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ സഹോദരിയാണ്, ചേച്ചിയാണെന്ന് വിളിച്ചുറക്കെ പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ അവസ്ഥ അതായി പോയി. കഴിഞ്ഞ തവണ തന്നെ അവനൊരു തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ശരീരം തന്നെ കീറി മുറിച്ചത്. എൻ്റെ മോനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അവൻ എൻ്റെ കുഞ്ഞനിയനാണ് എന്നൊക്കെ ഇവള് പറഞ്ഞത് കേട്ട് ചങ്ക് പൊട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രോഹിത്ത്. അങ്ങനെ രേവതി ഫോൺ കട്ടാക്കിയ ഉടനെ രോഹിത്ത് ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്താ രോഹിത്തെ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നെല്ലാം കേട്ടു. നിങ്ങൾ എൻ്റെ ചേച്ചിയാണെന്നും ഞാൻ കുഞ്ഞനുജനാണെന്നൊക്കെ നിങ്ങൾ ആരോട് പറഞ്ഞതുപോലെ തോന്നി. എന്താ, എനിക്ക് സത്യം വരണം, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കാണ്. ഞാൻ നിങ്ങളുടെ കുഞ്ഞനുജനാണെന്നും നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടെന്നും അച്ഛൻ്റെ അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്കറിയണം നിങ്ങൾ എൻ്റെ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് പറയാണ്, അമ്മയും കൃഷ്ണയും അതുപോലെ മറ്റാരും ഇവിടെ ഇല്ല. അച്ഛനും പോയി, അമ്മാമ്മ മാത്രമേ ഉള്ളൂ. ഈ രഹസ്യം മറ്റാരും കേൾക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് നിങ്ങളുടെ കാര്യം പറ, നിങ്ങൾ എൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അലീന കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് അവനെ കാണിക്കാണ്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ മോന് മനസ്സിലാമെന്ന് പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കുമ്പോഴേക്കും അവന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അമ്മയായ വൈജിയാണ് ഇവളുടെ അമ്മ എന്നുള്ള കാര്യം. രോഹിത് ചോദിക്കാണ്, എന്താ ഞാനീ കാണുന്നത്? നിങ്ങൾ ശരിക്കും ആരാ? എൻ്റെ അമ്മയാണോ നിങ്ങളുടെ അമ്മ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, പലതവണ നിന്നോടും ഇവിടെ ഉള്ളവരോടും വിളിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാന് നിന്റെ ചേച്ചിയാണ്, വൈജ എൻ്റെ അമ്മയാണെന്നൊക്കെ. പക്ഷെങ്കിൽ അത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ എൻ്റെ. നിന്റെ അമ്മയും നമ്മുടെ അച്ഛനും തമ്മിൽ പിരിയാതിരിക്കണമെങ്കിൽ ഈ സത്യം ഈ ലോകത്ത് ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയാണ്. രോഹിത് ചോദിക്കാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്റെ ചേച്ചിയാണ്. എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല, അമ്മയാരാണെന്ന് എനിക്കറിയാം. വൈജി ആൻറ്റിയാണ്. നിങ്ങളുടെ മുത്തശ്ശനുണ്ടല്ലോ, അതായത് നമ്മുടെ അമ്മയുടെ അച്ഛൻ, അദ്ദേഹമാണ് എന്നെ സിസ്റ്ററെ ലയിപ്പിച്ചത്. ഞാൻ എപ്പോഴും പറയല്ലോ എൻ്റെ അമ്മയെക്കുറിച്ച്, എൻ്റെ മമ്മിയെക്കുറിച്ച്. പ്രീത മമ്മി, ആ മമ്മിയാണ് എന്നെ വളർത്തിയതുമൊക്കെ. ആ മമ്മി എന്നോട് പറഞ്ഞ രഹസ്യമാണിത്. നിങ്ങളുടെ അമ്മയ്ക്ക് നമ്മുടെ അമ്മയ്ക്ക് ഞാൻ തങ്ങളുടെ മകളാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഈ വീട്ടിൽ ആർക്കും അറിയില്ല. രേവതിക്കുട്ടിക്കും എനിക്കും പിന്നെ ഞങ്ങളുടെ ഹോമിലുള്ളവർക്ക് മാത്രമേ ഈ സത്യം അറിയുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ. രോഹിത് ഉടനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്താ രോഹിത്തെ നീ ഇന്നലെ കരുതെന്ന് ചോദിക്കുമ്പം ചേച്ചിക്ക് എന്നോടെങ്കിലും നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടായിരുന്നോ? എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നും പറഞ്ഞിട്ട് അലീനയുടെ കാൽക്കലിലേക്ക് വീഴുന്നുണ്ട്.
മോനെ എഴുന്നേക്കടാ എഴുന്നേക്ക് എന്ന് പറയാണ്. ഇല്ല ചേച്ചി, ഞാൻ എഴുന്നേക്കില്ല, എനിക്ക് വയ്യ, എനിക്ക് ഇപ്പോൾ തന്നെ ഭൂമി വിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ തോന്നുവാണ് എന്നും പറഞ്ഞ് അവൻ പറയുമ്പോഴേക്കും മോൻ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അവള് പൊക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്തിനാ എൻ്റെ കാക്കിൽ വീഴുന്നേ? ചേച്ചിയോട് ഞാൻ ചെയ്തത് അത്രയ്ക്ക് മോശം കാര്യമല്ലേ? ഹരിയേയും കൂട്ടിക്കൊണ്ട് ഹരി പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ ചേച്ചിയോട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നൊക്കെ പറയാണ്. എടാ, ഞാൻ നിന്റെ സഹോദരൻ ചേച്ചിയൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴല്ലേ നീ ഇപ്പോഴുടെ ക്ഷമ പറഞ്ഞത്? മറ്റൊരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യാന്നാണോ നീ കരുതിയിരിക്കുന്നേ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. എനിക്ക് ആ ഹരി എന്നെ എന്തൊക്കെയോ പറഞ്ഞ് പിരികേറ്റതാണ് എന്നൊക്കെ പറയുമ്പം ആലീന പറയാണ്, പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഏതൊരു സ്ത്രീക്കും അവർ അഭിമാനമുണ്ട്, അത് നീ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഒരു സ്ത്രീയുടെ ശരീരത്ത് അനുവാദമില്ല തൊടാൻ പാടില്ല എന്ന് പറയുന്നതിന് കേട്ടോ. എൻ്റെ ചേച്ചി എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും അതൊന്നും ചെയ്യില്ല, ഞാൻ അറിയാതെ എന്നൊക്കെ പറയുമ്പം നീ ആരെ കണ്ടാലും ഏത് സ്ത്രീയെ മോശമായിട്ട് നോക്കാൻ പോയാലും അവിടൊക്കെ അവർ മുഖത്തൊക്കെ ബബിതേനെയും അതുപോലെ നിന്റെ കൃഷ്ണനെയും ഇപ്പൊ എന്നെയും ഞങ്ങളെ മൂന്നുപേരെ സങ്കല്പിച്ചാൽ മതി, ഒരിക്കലും നീ വഴിതെറ്റി പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസിനോട് ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ ചേച്ചിയെ ഒന്നും പറയില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുതെന്നും അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയില്ല, എങ്കിലും അമ്മയ്ക്ക് ഇങ്ങനൊരു ഇതുണ്ടെന്ന് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കും അത് വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. പിന്നെ വിശ്വസിച്ചല്ലേ പറ്റൂ, തെളിവായിട്ട് ഞാനിങ്ങനെ വളർന്ന മുമ്പിൽ നിൽക്കല്ലേടാ എന്ന് ചോദിക്കാണ്. സ്നേഹത്തോടെ നിന്നൊന്ന് വാരി പുണർണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ കണ്ണില് ഞാൻ മറ്റൊരു പെണ്ണല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിമിഷ്ടവും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ ഹരിയുടെ സ്വഭാവം അത്ര നല്ലതല്ല, അവൻ്റെ കൂടെ കൂടിയാ നീ ചീത്തയാവുന്നത്. അമ്മയും അച്ഛനൊക്കെ പറഞ്ഞ സത്യമാണ്, നീ അവനാണ് നിന്നെ വഴിവഴിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഇനി ഒരിക്കലും അവനോട് ഞാൻ കൂട്ടുകൂടില്ല, അവൻ പറഞ്ഞെന്ന് കേൾക്കില്ല. ചേച്ചിയോട് ക്ഷമിക്കുക ചേച്ചി, ചേച്ചിയുടെ മുഖത്തോട് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അത്രയ്ക്ക് എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, മോൻ വിഷമിക്കണ്ട, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അതെല്ലാം കളഞ്ഞു. നിന്റെ ഒരു കുസൃതിയായിട്ടെ ഞാൻ അതൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ, പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും എടുത്തിയാട്ടം ഒക്കെ ആയിട്ടെ ഞാൻ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ചേച്ചി ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തു. അതിനിടയിൽ ഒരെണ്ണമായിട്ടേ ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് മോനെ ഈ കാര്യം ആരോടും പറയണ്ട. പക്ഷെ ഇനി മേലാൽ ഒരു ദുസ്വഭാവം എൻ്റെ കണ്ണിനെ കാണാൻ പാടില്ല എന്നൊക്കെ പറയാണ്. ഇല്ല ചേച്ചി, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ചേച്ചിൻ്റെ സഹോദരിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ദുശീലങ്ങളും വിട്ടു. ഇനി ഒന്നുമില്ല, എൻ്റെ ചേച്ചി എന്താണോ പറഞ്ഞത് അതാ എനിക്ക് വേദവാക്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ചേച്ചിയല്ലേ, സ്വസ്ഥമായിട്ട് എനിക്ക് ചേച്ചീന്ന് വിളിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറയാണ്, അതുപോലെ തന്നെ ഓരോ പെൺകുട്ടിയും കൊണ്ട് വീട്ടിലേക്കൊക്കെ വരുന്നത് അതൊന്നും ഒരിക്കലും ശരിയല്ലടാ, അതൊക്കെ വളരെ മോശമായ കാര്യമാണ്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്ല ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു വൈജിയാണ് ചേച്ചിയുടെ അമ്മ എന്നുള്ള കാര്യം? അതൊക്കെ എനിക്കറിയാം, ഞങ്ങളെ അവിടെ കൊണ്ട് നാക്കുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങളുടെ മുത്തശ്ശൻ, അതായത് നമ്മുടെ മുത്തശ്ശൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരിക്കലും അച്ഛനെ ഈ കാര്യങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞിട്ടാണ് പ്രജിതാമ്മ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളോട് പറയില്ലായിരുന്നു. അവർ മരിക്കുമെന്നൊരു തീരുമാനം ഉറപ്പായപ്പോഴാണ് ഞങ്ങളുടെ എല്ലാ സത്യങ്ങളും പറഞ്ഞത്. രേവതിക്കുട്ടിയുടെയും അച്ഛനമ്മയും ആരാണെന്നൊന്നും അറിയില്ല, അതൊക്കെ കണ്ടുപിടിക്കണം, ഞങ്ങളുടെ ചിന്നുമോടെയും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നീ കണ്ടോന്ന് എനിക്കറിയില്ല, ആ ഹോമിൽ ഒരുപാട് അന്തേവാസികളുണ്ടായിരുന്നു. ഞങ്ങളുടെ മമ്മിയുടെ മരണത്തോട് കൂടിയിട്ടാണ് അവരെല്ലാം ഓരോ വഴിക്ക് തിരിഞ്ഞത്. ആ ഒരു സമയത്താ എൻ്റെ മമ്മി എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഇവിടുത്തെ വൈജയന്തി അമ്മയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം അതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മേനൊന്ന് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഓടി സെർവന്റിന്റെ വേഷത്തിൽ ആ വീട്ടിലേക്ക് വന്നത്. അവിടുത്തെ എൻ്റെ അവസ്ഥയൊക്കെ നിനക്കറിയായിരുന്നല്ലോ. അവിടുന്ന് പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ്.
എന്തായാലും ഇവിടെ വന്നപ്പോഴും നീയും ഹരിയും എന്നെ വിടാതെ പിന്തുടരുന്നു. ഇപ്പൊ എന്തായാലും എനിക്ക് സമാധാനമുണ്ട്. ഈ വീട്ടില് എനിക്ക് ഏറ്റവും വലിയ ഭീഷണി നിങ്ങളായിരുന്നു. ഇനിയിപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ കെയർ ചെയ്യാനും എന്റെ ആങ്ങളയുണ്ടല്ലോ എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്നും ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ കാണും. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രോഹിത് പറയാണ് ഞാൻ പോവാ ചേച്ചി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. അങ്ങനെ രോഹിത് മുറിയിൽ പോയിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. കാരണം തന്റെ സ്വന്തം ചോര പിറന്ന സഹോദരനാണല്ലോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്. ഹരിയുടെ കൂടി താൻ ഒത്തിരി മോശമായി പോയി എന്നൊക്കെ അവനിങ്ങനെ ഓർത്തുകൊണ്ട് അവിടുത്തെ സാധനമൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല. എന്റെ ചേച്ചി അത് ഞാൻ ചേച്ചിന് മോശമായി പെരുമാറി. എനിക്ക് ഈശ്വര അത് ഓർത്തിനെനിക്ക് സഹിക്കാനാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിതയും അതുപോലെ തന്നെ കൃഷ്ണയും വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് മുറി അടച്ചിട്ടിരിക്കായിരിക്കും കേട്ടോ രോഹിത്. അങ്ങനെ രോഹിത്തിന്റെ അടുത്തേക്ക് പോയിട്ട് കൃഷ്ണ കഥ തട്ടുന്നുണ്ട്. രോഹിത്തിന്റെ കഥ തുറക്കാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടന്ന് കോളേജിലേക്ക് പോയില്ലേ? ഇല്ല പോയില്ല. എന്താ പോവാഞ്ഞേ? എനിക്കിന്ന് പോണാൻ തോന്നിയില്ല. അതെന്താ കാരണം എന്നാ ചോദിച്ചത്. എനിക്ക് തലവേദനയായിരുന്നു. നിന്നെ അതൊക്കെ ബോധിപ്പിക്കണോ? എന്നെ അതൊക്കെ ബോധിപ്പിച്ചില്ലേലും അച്ഛനെ ബോധിപ്പിക്കേണ്ടി വരും. അച്ഛൻ വരുമ്പോ ഞാൻ പറയാം ഇന്ന് ക്ലാസ്സിൽ പോവാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. നീ അങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കിന്ന് സുഖമില്ലായിരുന്നു. ഞാൻ ഈ റൂമിന് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. മനസ്സിലായെന്ന് ചോദിക്കാണ്. അപ്പൊ കൃഷ്ണൻ നേരെ താഴെ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീനോട് ചോദിക്കാണ് അല്ലേ ചേച്ചി ചേട്ടൻ എങ്ങാണം ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നോ? ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ എന്താന്ന് ചോദിക്കാണ്. അല്ല ഏട്ടന്റെ കോളേജിലേക്ക് പോയിട്ടില്ല. എന്തോ തലവേദനയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്റെ അടുക്കളേക്ക് വന്നൊന്നുമില്ല. അടുക്കളയിലേക്ക് കയറി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് കണ്ടു. അല്ലാതെ എന്റെ മുറിയിലേക്ക് വരുവോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൃഷ്ണയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനോട് പറയണ്ടെന്നും അവൾ തീരുമാനിക്കുകയാണ്. അവന് സുഖമില്ലാത്തോണ്ടായിരിക്കും പോവാഞ്ഞത്. ഇനി അച്ഛനോട് പറഞ്ഞ് അതൊരു ഇഷ്യൂ ആക്കണമെന്നും കരുതിയിട്ട് അവൾ മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണ ശരിക്കും സംശയത്തിലൊന്ന് ചോദിച്ചതാണോ എന്നുള്ള കാര്യം. അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടി കഴിക്കാനിരിക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് എല്ലാവർക്കും അലീന വിളമ്പി കൊടുക്കുന്നുണ്ട്. വിളമ്പി ഇങ്ങനെ കൊടുത്തതിന് ശേഷം അവളിങ്ങനെ മാറിപ്പോയി നിൽക്കുമ്പോഴേക്കും രോഹിത് ചോദിക്കുകയാണ് അല്ല സെർവന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ നിന്ന് കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വൈദ്യ ചോദിക്കുകയാണ് ഡാ നീ എന്താ പറഞ്ഞത്? അവളുടെ ഇവിടെ നിന്ന് കഴിക്കാനോ? അമ്മേ നമ്മുടെ വീട്ടിലെ സെർവന്റ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയല്ലേ. എന്റെ ചേച്ചിയുടെ പ്രായമല്ലേ ഉള്ളൂ. പറഞ്ഞു തരുമ്പോ എന്റെ ചേച്ചിയെ പോലെ തന്നെയാ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ അമ്മേ എന്ന് പറയുമ്പോഴേക്കും ബാലിനോർക്കാണ് ഇവനെന്താ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റമെന്ന്. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട് അല്ല ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിലെ സെർവന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ മുത്തശ്ശീനെ പൊന്നുപോലെ നോക്കുന്ന ആളല്ലേ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഇൻവോൾവ് ആവുകയും ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്നതും ഈ ആള് തന്നെയല്ലേ. അപ്പൊ പിന്നെ ഒന്ന് കഴിച്ചാലെന്താ? ചേച്ചി ഇവിടെ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ചേച്ചി എന്ന് വിളിക്കാണ്. നീ എന്താണ് അവളെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നേ? ഇത്രയും കാലം അങ്ങനെ അല്ലായിരുന്നല്ലോ. നിനക്ക് അവളുടെ ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ദേഷ്യമൊന്നുമില്ല. അന്ന് ഞാൻ ചെയ്ത തെറ്റിനാണ് ചേച്ചി എന്നെ ശിക്ഷിച്ച് എന്നോട് ആ പണി കാണിച്ചത്. അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല. ചേച്ചി ഇവിടെ നിന്ന് ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. വേണ്ട ഞാൻ പിന്നെ ഇരുന്നോളാന്ന് പറയുമ്പം വൈദ്യ പറയാണ് അതാ നല്ലത്, ഇങ്ങോട്ടൊന്നും വന്ന് ഇരിക്കണ്ട. പിന്നെ ഇരിക്കാൻ സ്ഥലം കൊടുത്താ കിടക്കുന്ന വർഗമാണ് എന്നും പറഞ്ഞിട്ട് വൈദ്യ ദേഷ്യപ്പെടുമ്പോ ബാലൻ പറയാണ് നീ അങ്ങനെയൊന്നും പറയണ്ട മോളെ. ഇവിടെ ഒന്നിരുന്നാലും മോക്ക് ഈ കുത്തുവാക്ക് കേട്ടോണ്ടിരിക്കേണ്ടി വരും. മോക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ ഇരുന്നാ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മതി അങ്കിളേന്ന് ഇവളും പറയാണ്. അപ്പൊ രോഹിത്തിന്റെ മനസ്സിൽ അവളുടെ ആ ഒരു ചേച്ചിയുടെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നി തുടങ്ങി കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബാലനും വൈദ്യക്കൊക്കെ ഒരു സംശയം ഉണർത്തുകയാണ്. ഇനി ഇവനെങ്ങാണം അവളുടെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് കേട്ടോ ഇവർക്കുള്ള സംശയം. കൃഷ്ണയെ ഓർക്കുന്നുണ്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് ഇവളും ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റോറി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതുപോലൊരു സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.